We are the temple of the living God. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗോഡ് ഫസ്റ്റ്, ഫാമിലി സെക്കൻഡ് ആൻഡ് യുവർ പബ്ലിക് ലൈഫ് തേർഡ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ വചനം തന്നെ. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ സെയിങ്സ്. വിശ്വാസ്യവും എല്ലാവർക്കും വിശ്വസിപ്പാൻ യോഗ്യവുമായ വചനങ്ങൾ. തൻ്റെ നിര്യാണ കാലത്തിന് മുമ്പ് സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്നുണ്ടാകും അന്ന് വരെയും ദൈവസഭ നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടുള്ള ദൈവസഭയുടെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ 6 വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ സെയിൻസ്. തിമോത്തിയോസിൻ്റെ ലേഖനം 1ഉം 2ഉം ലേഖനങ്ങളിലാണ് ഈ 6 ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമസഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാതലായിട്ടുള്ള 6 ഉപദേശങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാലം മാറിയാലും സാഹചര്യം മാറിയാലും തലമുറകൾ മാറിയാലും എന്തവസ്ഥയ്ക്ക് വ്യത്യാസം വന്നാലും മാറ്റമില്ലാത്ത, എല്ലാ കാലവും നിലനിൽക്കുന്ന, എന്നും വിശ്വസിപ്പാനും ആചരിപ്പാനും യോഗ്യവുമായ ദൈവസഭയുടെ 6 അടിസ്ഥാന ഉപദേശങ്ങൾ. കാലത്തിൻ്റെ തികവെങ്കിൽ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പാപപരിഹാരയാഗമായി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ മധ്യസ്ഥാനമായിരുന്ന കാൽവറിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ സകല ഭൂസീമവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചുകൊള്ളുവീനെന്നുള്ള ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്കോരോരുത്തർക്കും വേണ്ടി പരമയാഗമായി തീർന്നു. കർത്താവായ യേശുവിനെ തകർത്തത്, കർത്താവായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞത് ഹേരോദാവെന്ന് നമ്മൾ ചിന്തിച്ച് കാണും, റോമൻ പടയാളികൾ നമ്മൾ ചിന്തിച്ച് കാണും, യൂദ അതിനൊരു കാരണക്കാരനായി എന്ന് നമ്മൾ ചിന്തിച്ച് കാണും. എന്നാൽ കർത്താവായ യേശുവിനെ തകർത്ത് കളഞ്ഞത് സർവശക്തനായ ദൈവമാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അങ്ങനെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പാപപരിഹാരയാഗമായി കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞത് സർവശക്തനായ ദൈവം നമ്മളുടെ മാനവജാതിയുടെ പാപപരിഹാരയാഗത്തിനായി കർത്താവായ യേശുവിനെ തകർത്ത് കളഞ്ഞു. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. സകല ഭൂസീമവാസികളുമേ അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവീനെന്നുള്ള ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പാപപരിഹാരയാഗമായി തീർന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ സകലർക്കും വേണ്ടി മധ്യസ്ഥനായി തീർന്ന ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സർവശക്തനായ ദൈവം കർത്താവായ യേശുവിനെ കാൽവറിയിൽ പാപപരിഹാരയാഗമാക്കി തീർത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ തുടക്കം മാത്രമായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ സർവശക്തനായ ദൈവം മരിച്ചവരിൽ നിന്ന്
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശുവിനെ സർവശക്തനായ ദൈവം മരിച്ചവരിൽ നിന്ന് മരണത്തിന്മേലും പാതാളത്തിന്മേലും ജയം പ്രാപിച്ചുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം അവൻ്റെ സഭയ്ക്ക് നൽകി. വായിക്കാം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 19 to 22. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴിൽ ആക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ നൽകി. അങ്ങനെ മരിച്ചവരിൽ ആദ്യജാതനായി കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകി. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കർത്താവായ യേശുവിനെ മൂലക്കല്ലായി സർവശക്തനായ ദൈവം നൽകിക്കഴിഞ്ഞ് നാം അന്യരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരും ക്രിസ്തു യേശുവിൻ്റെ കൂട്ടവകാശികളുമായി തീരേണ്ടതിന് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവനെ ക്രിസ്തുവിനെ മൂലക്കല്ലാക്കി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിൽ മേൽ പണിത് അവരിൽ നമ്മളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. ആ 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളോട് ഒന്ന് വായിച്ചാട്ട് കുഞ്ഞാൻ ബ്രദറെ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. യെസ്, അങ്ങനെ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായി അവൻ്റെ അരികിൽ വന്ന് നാമും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആയിത്തീരേണ്ടതിന് സർവശക്തനായ ദൈവം തൻ്റെ കരുണാ പദ്ധതി അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള മൂലക്കല്ലിന്മേൽ ദൈവവചനം എന്നുള്ള അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിച്ചിരിക്കുന്ന ദൈവ മക്കളാകുന്ന നമ്മളെയും കൂടെ ചേർത്ത് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്. ദൈവസഭയുടെ അടിസ്ഥാനം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ല്, ദൈവവചനമാകുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിൻ്റെ അടിസ്ഥാന ശിലമേൽ അതിനെ പണിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കൃപയാൽ 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 വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മളെയും കൂടെ ചേർത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലം, ദൈവിക കൂട്ടായ്മയുടെ നിദാനമാകേണ്ടതിന് നമ്മളെയും കൂടെ ചേർത്ത് പണിയുവാൻ ദൈവത്തിന് ഹിതം തോന്നി. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് നാം ഓരോരുത്തരും. അങ്ങനെ നമ്മൾക്ക് കൃപയാൽ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായിരിക്കാൻ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായിരിക്കാൻ, ദൈവസഭയുടെ അംഗങ്ങളായിരിക്കാൻ, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുവാൻ ദൈവം മുഖാന്തരമൊരുക്കി. അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. അന്യോന്യം നമുക്കൊന്ന് കൈ കൊടുക്കാം. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇതാണ് സർവശക്തനായ ദൈവം അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത പുതിയ നിയമത്തിൽ ദൈവസഭ എന്നുള്ളതിൻ്റെ ആദ്യത്തെ മർമ്മം. എന്താണ് രണ്ടാമത്തെ മർമ്മം? ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ്. രണ്ടാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാട്ട് ഇസ് ദ സെക്കൻഡ് മിസ്റ്ററി? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വരുന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവാസികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആകയാൽ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകുകയും ചെയ്യണം എന്നുള്ളത് തന്നെ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭൂജാതനായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് യഹൂദന്മാരുടെ രാജാവ് മാത്രമായിരിക്കാനായിട്ടല്ല, വീണ്ടെടുക്കപ്പെട്ട ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ള സകല പ്രിയപ്പെട്ടവരും അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലരും ആ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കാനാണ്. അതിൽ ഭാഷയ്ക്ക് വ്യത്യാസമില്ല, സംസ്കാരത്തിന് വ്യത്യാസമില്ല, പുരുഷനും സ്ത്രീയും എന്നുള്ള വ്യത്യാസമില്ല, പരിച്ഛേദനക്കാരനോ പരിച്ഛേദനക്കാരനല്ലയോ എന്ന് വ്യത്യാസമില്ല. സകലരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരണമെന്നും ദൈവസഭയുടെ കൂട്ടവകാശികളായി തീരണമെന്നും സർവശക്തനായ ദൈവത്തിൻ്റെ അനാദി നിർണയമായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ ദൈവം കൃപ കൊടുത്തു. അതുകൊണ്ടാണ് ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച നമ്മളുടെ പ്രിയ അബ്ദുൾ സമദ് ബ്രദറും, ഒരു മാർത്തോമ കുടുംബത്തിൽ ജനിച്ച ഞാനും, ബെന്തികോസ് കുടുംബത്തിൽ ജനിച്ച മറ്റു പ്രിയപ്പെട്ടവരും, ഹിന്ദു സമുദായത്തിലോ മറ്റു സമുദായങ്ങളിലോ ജനിച്ച മറ്റെല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ കണ്ടു. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള മൂലക്കല്ലിന്മേൽ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെയും കൂടെ ചേർത്ത് പണിയുന്ന ദൈവത്തിൻ്റെ സഭ. ആ സഭയുടെ അംഗങ്ങൾ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും എല്ലാ സംസ്കാരങ്ങളിലുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവ മക്കളും. ഇനി ഈ ദൈവത്തിൻ്റെ സഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും വേദഭാഗം നമുക്ക് വായിക്കേണ്ട. അതിൻ്റെ 27-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ട് അതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ മറഞ്ഞിരിക്കുന്ന 3-ാമത്തെ മർമ്മം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യെസ്, ജീസസ് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ഹി ഡെൽസ് ഇൻ us. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു.
നമ്മൾ ക്രിസ്തുവിൻ്റെ ആലയമാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ ഒന്നിച്ചു പണിയുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മർത്യ ശരീരത്തെ ഉയർപ്പിച്ച് ദൈവത്തോട് അനുരൂപരാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമായി മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ഹീ ഡൽസ് ഇൻ us. That is how we have become the temple of the living God. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെട്ട്, ദൈവിക കൂട്ടായ്മയിൽ നടത്തപ്പെടുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ, ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ. ഈ 3 വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസിന് സർവശക്തനായ ദൈവം നൽകിക്കൊടുത്തു. 4ാമത് ഒരു വെളിപാട് കൂടെ നൽകി. അതായത് ആദ്യ നൂറ്റാണ്ടിൽ കർത്താവായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന സകല അപ്പോസ്തലന്മാരും വിചാരിച്ചത് തങ്ങളുടെ കാലയളവിലാണ് ഈ കർത്താവിൻ്റെ മടങ്ങിവരവെന്നവർ വിശ്വസിച്ചപ്പോൾ, കാരണം കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് തൻ്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തി 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ട് മേഘത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ സ്വർഗീയ ദൂതന്മാർ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. കുഞ്ഞോൻ ബ്രദർ അതൊന്ന് ഡിസ്പ്ലേ ചെയ്താട്ടെ. ആക്ട്സ് ചാപ്റ്റർ 1:11. എന്നാൽ ഈ കർത്താവിൻ്റെ മടങ്ങി വരവ് ഈ തങ്ങളുടെ കാലയളവിലല്ല, ഒരു വരും തലമുറയുടെ കാലയളവിലാണ്, ഒരു ഭാവി തലമുറയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സർവശക്തനായ ദൈവം തൻ്റെ ആത്മാവിനാൽ ആദ്യമായി വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസ്തലനായ പൗലോസിനാണ്. ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും വിചാരിച്ചു തങ്ങളുടെ കാലയളവിലാണ് കർത്താവിൻ്റെ മടങ്ങി വരവ് എന്ന്. ദൈവത്തിൻ്റെ അനാദി പദ്ധതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഞാൻ നിത്യതയിൽ കാണുകയില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ അനേക പ്രിയപ്പെട്ടവരും കാണുകയില്ലായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അനാദി നിർണയപ്രകാരം അവൻ്റെ അനന്ത പദ്ധതിയിൽ നമ്മയും കൂടെ ചേർക്കേണ്ടതിന് ദൈവത്തിന് കൃപ തോന്നിയതുകൊണ്ട് കൃപയാൽ 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 എൻ്റെ കർത്താവ് ഇന്ന് വരെയും വന്നില്ല. ഇനിയും ചില പ്രിയപ്പെട്ടവരെ കൂടെ ചേർക്കുവാൻ അവന് പദ്ധതിയുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഏത് കാലയളവിൽ നമ്മളുടെ സഭയുടെ നാഥനായ കർത്താവ് മടങ്ങി വന്നാലും അവനെ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഒന്നുമേൽക്കാത്ത ഒരു ശുദ്ധയും സുപ്രയുമായിരിക്കുന്ന ദൈവസഭ ഉണ്ടായിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ സെയിങ്. വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനങ്ങൾ. പൗലോസ് തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിനോട് പറയുകയാണ്, മോനെ തിമോഥെയോസേ, കർത്താവ് എന്നും മടങ്ങി വരുമെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ദൈവം അത് ആർക്കും വെളിപ്പെടുത്തിയിട്ടുമില്ല. പുത്രൻ പോലും അറിയാതെ പിതാവിൻ്റെ നിയോഗപ്രകാരം, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് പുത്രനായ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് കടന്നു വരുവാൻ പോകുന്നത്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ കർത്താവ് എന്ന് കടന്നു വന്നാലും, എപ്പോൾ കടന്നു വന്നാലും, ആ സർവശക്തനായ ദൈവത്തിന് ഹിതകരമായിട്ടുള്ള, സർവശക്തനായ ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ദൈവസഭ ആയിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്,
ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിച്ചു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ മരിച്ചടക്കപ്പെട്ടു, തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റു, തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ ജനതയുടെ വീണ്ടെടുപ്പിനായി കടന്നു വരുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന് കടന്നു വന്നാലും നീ എന്നോട് കേട്ടിട്ടുള്ള ഈ ഉപദേശം അത് പഠിപ്പിക്കാൻ സമർത്ഥരായ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്താട്ടെ. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സസ് 1 ഓൺവേർഡ്സ്. എൻ്റെ മകനെ, ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ സകല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥമായ വിശ്വാസ മനുഷ്യരെ ഫലമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അങ്ങനെ തിമോത്തിയോസിനെ അടുത്ത ഭാവി തലമുറയ്ക്ക് വിശ്വസ്തരായ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള 6 ഉപദേശങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. പൗലോസ് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ സേയിങ്. വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനങ്ങൾ. ആദ്യത്തെ ഫസ്റ്റ് സേയിങ് 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 1 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 15. ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനത്രേ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിപ്പാനും എല്ലാവരും അംഗീകരിപ്പാനും യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഉപദേശം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ വചനം തന്നെ. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ഇറ്റ് ഇസ് എ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി. ആ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി എൻ്റെ പേഴ്സണൽ റിയാലിറ്റി ആവുമ്പോൾ മാത്രമേ എൻ്റെ രക്ഷ സ്വായത്തമാകുകയുള്ളൂ, പൂർത്തീകരിക്കുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ നമുക്കോരോരുത്തർക്കും വേണ്ടി തൻ്റെ രക്ഷാ പദ്ധതി അവൻ തുറന്നു തന്നു. എന്നാൽ ഈ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിയുമ്പോൾ, ഓരോ ദൈവ പൈതലും അംഗീകരിച്ചു കഴിയുമ്പോൾ മാത്രമേ രക്ഷ എനിക്ക് സ്വായത്തമാകുകയുള്ളൂ. സാൽവേഷൻ ഈസ് പേഴ്സണൽ. രക്ഷ വ്യക്തിപരമാണ്. തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിട്ട് വ്യക്തിപരമായി അംഗീകരിച്ചു കഴിയുമ്പോൾ മാത്രമേ അവർക്ക് രക്ഷ സ്വായത്തമാകുകയുള്ളൂ. സാൽവേഷൻ ഈസ് പേഴ്സണൽ. ഇഫ് സാൽവേഷൻ ഈസ് പേഴ്സണൽ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നെനിക്ക് പറയുവാൻ കഴിയുന്നു എങ്കിൽ ഈ കർത്താവുമായി എനിക്ക് വ്യക്തിബന്ധമുണ്ടോ? How I got a personal relation with my God and Savior. ഞാൻ ലൈഫ് ഫെലോഷിപ്പിൻ്റെ അംഗമായിരിക്കുന്നതുകൊണ്ട്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, എൻ്റെ പേര് ക്രിസ്തീയ പേരായതുകൊണ്ട്, ഞാൻ ഈ സഭയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, ഇവിടുത്തെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു വരുന്നത് കൊണ്ട് എനിക്ക് ക്രിസ്തുവുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടോ എന്നുള്ളതിന് തിരിവില്ല. എനിക്ക് ക്രിസ്തുവുമായി പേഴ്സണൽ ബന്ധമില്ല എങ്കിൽ, ഈ കർത്താവ് എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമാകുന്നില്ല എങ്കിൽ, ഈ ദൈവത്തെ എൻ്റെ ദൈവം എന്നെനിക്ക് വിളിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഈ ദൈവം എന്നെ എൻ്റെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നില്ല എങ്കിൽ, ഈ ദൈവം എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായിരിക്കുന്നില്ല എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു ചരിത്ര സത്യം മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്കതുകൊണ്ട് യാതൊരു ലാഭവുമില്ല. ദൈവസഭ അനുഷ്ഠിക്കേണ്ട
ആദ്യത്തെ ബുദ്ധി ഉപദേശം. മോനെ, മോളെ, പ്രിയ സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരുമേ, അപ്പോസ്തലനായ പൗലോസ് എൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിനോട് പറയുന്നത് പോലെ, എൻ്റെ മകനെ, ക്യാൻ യു ടെൽ ദാറ്റ് ദിസ് ഗോഡ് ഈസ് മൈ പേഴ്സണൽ ഗോഡ്? ഈ ദൈവം എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എന്ന് വിളിപ്പാനായിട്ടും ഈ ദൈവത്തിന് എന്നെ മകനെ, മകളെ എന്നുള്ള ഓമനപ്പേരോടുകൂടെ വിളിപ്പാൻ സാധിക്കുന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ നിൻ്റെ വിശ്വാസ ജീവിതം ഫലപ്രദമല്ല. ഇന്ന് പകലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനുള്ള കൃപ സർവശക്തനായ ദൈവം കൊടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ കർത്താവ് എൻ്റെ കർത്താവ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം, ഞാൻ നിത്യതയിൽ ദൈവത്തിനോട് കൂടെ ആയിരിക്കും. ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സർവശക്തനായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വായത്തമാകുവാൻ കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമയക്കുറവുകൊണ്ട് വളരെ പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോകാം. നമുക്ക് 11:45 നിർത്തണം. കാരണം എന്താണ്, എനിക്ക് ലോഡ് സ്റ്റേബിളും ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ബുദ്ധി ഉപദേശത്തിലേക്ക്, ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് വർത്തി ഓഫ് അക്സെപ്റ്റൻസ്, രണ്ടാമത്തെ സെയിങ്ങിലേക്ക് നമുക്ക് പോകാം. 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സസ് 7 ഓൺവേർഡ്സ്. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവവ്യക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീര അഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാക്കിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. താങ്ക് യു കുഞ്ഞൻ ബ്രദറെ. ഈ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. കാരണം ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മളുടെ പ്രിയ സുമ സിസ്റ്റർ ഈ വേദഭാഗത്തെക്കുറിച്ച് ഇവിടെ നല്ലൊരു പ്രബോധനം നൽകിയിരുന്നു. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ വിട്ട് ദൈവഭക്തി അഭ്യസിക്കുക. പ്രാക്ടീസ് ഗോഡ്ലിനെസ്. പ്രാക്ടീസ് ഗോഡ്ലിനെസ്, ദൈവഭക്തി അഭ്യസിക്കുക. എന്നാൽ ദൈവഭക്തി അഭ്യസിക്കുന്നതിന് മുമ്പ് ഞാൻ പണ്ടൊരു ഹോമിയോ ഡോക്ടറിലേക്ക് കടന്നുപോയി കേട്ടോ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാനൊന്നും പറയാറില്ല. കാരണം ഞാൻ എന്തോ സാക്ഷ്യം പറയാനാ, ദൈവം എന്നെ നടത്തുന്നു. പിന്നെ ഞാൻ അപ്പം ഹോമിയോ ഡോക്ടറിലേക്ക് പോയതിനെ പുള്ളി മരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കാപ്പി കുടിക്കരുത്. ഞാനാണെങ്കിൽ അതേ കുടിക്കത്തുള്ളേ. അപ്പോൾ എന്നോട് പറഞ്ഞത്, കാപ്പി കുടിച്ചിട്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എനിക്ക് വാസ്തവത്തിൽ ഒരു പ്രയോജനവും വന്നവുമില്ല. എങ്കിലും കാപ്പി ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ മരുന്നങ്ങ് നിർത്തിവെച്ചു. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ വിട്ടുകളഞ്ഞ് ദൈവഭക്തി അഭ്യസിക്കുക. ഈ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ ഏകദേശം അറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളുടെ ഈ പാരമ്പര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ പഴയ കാലങ്ങളൊന്നും വേണ്ട, നമ്മളുടെ പഴയ ചരിത്രങ്ങളൊന്നും വേണ്ട. ഒരു പഴയ അമ്മച്ചിയോട് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകൾ, ഓൾഡ് വുമൺ സ്റ്റൈൽ. പഴയ അമ്മച്ചിയോട് ചോദിച്ചാൽ മറ്റുള്ളവരുടെ കുറ്റമല്ലാതെ അമ്മച്ചി എന്തെങ്കിലും നല്ല കാര്യം പറയുമോ? മരുമോൾ എങ്ങനെയാണെന്ന് പറയും, മോൾ ഇങ്ങനെയാണെന്ന് പറയും, മരുമോൻ ഇങ്ങനെയാണെന്ന് പറയും. കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അത് കഴിച്ചിട്ട് ഈ മരുന്ന് കഴിച്ചാൽ പ്രയോജനമില്ല. അതുകൊണ്ട് പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്കങ്ങ് മുമ്പോട്ട് ഓടിയാൽ മതി. ഈ ദൈവഭക്തി അഭ്യസിക്കാനായിട്ട് 4 മാർഗങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞെടുക്കുന്നത്. യു ഹാവ് ടു പ്രാക്ടീസ് ഗോഡ്ലിനെസ്. ദൈവഭക്തി അഭ്യസിക്കണം. അതിനുള്ള 4 മാർഗങ്ങൾ. 1-ാമത്തെ മാർഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഡെയിലി ബ്രെഡ്. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡെയിലി. എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കുക. ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. ഡെയിലി ബ്രെഡ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 2-ാമത്തേത്, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഡെയിലി പ്രെയർ. സർവശക്തനായ ദൈവത്തോട് നമ്മളുടെ ആവശ്യങ്ങൾ ഒരു മാതാവിനോട് പിതാവിനോട് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തോട് പറയുക. ഡെയിലി ബ്രെഡ്. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡെയിലി. ഡെയിലി പ്രെയർ.
Pray in the presence of God Almighty, submitting our all needs. മൂന്നാമത്തേത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, പീരിയോഡിക് സെൽഫ് എക്സാമിനേഷൻ. 139 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ, അതിൻ്റെ അവസാനത്തെ 22, 23 വാക്യങ്ങൾ ഇപ്രകാരമാണ് കാണുന്നത്: ദൈവമേ, എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടക്കണമേ. അതിനുവേണ്ടിയാണ് നമ്മളുടെ ബുധനാഴ്ചത്തെ ലേഡീസ് പ്രെയർ, വെള്ളിയാഴ്ചത്തെ സഹോദരന്മാരുടെ പ്രെയർ, സഭയിൽ ഫാസ്റ്റിംഗ് പ്രെയർ വെക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളുടെ നിലവുകളെ കാണുവാനും നമ്മളുടെ കുറവുകളെ കാണുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏകാഗ്രമാക്കുവാനും വേണ്ടി. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. നാലാമത്തേത് എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന സഭായോഗം. സഭായോഗം അലക്ഷ്യമായി വിചാരിക്കാതെ അതിനെ കാണുക. വീട്ടിൽ സഭായോഗമുണ്ട്, വീട്ടിലെ സഭായോഗം കൊണ്ട് ആത്മീയ വർധന വരികയില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരങ്ങളാണ്, നമ്മൾ ഒന്നിച്ച് പണിയപ്പെടണം. അങ്ങനെ ദൈവിക കൂട്ടായ്മയിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ ദൈവിക കൂട്ടായ്മയിൽ പങ്കെടുത്ത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗവും ദൈവവചനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗവുമായി തീരുമ്പോഴാണ് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ വിട്ട് ദൈവഭക്തി അഭ്യസിപ്പാനായിട്ട് ദൈവം നമുക്ക് മുഖാന്തരം ഒരുക്കുന്നത്. സമയക്കുറവുകൊണ്ട് അതിൻ്റെ 3ഉം 4ഉം എന്താണ്? ഫെയ്ത്ത്ഫുൾ സെയിങ്, വിശ്വാസമായ വചനം, യോഗ്യമായിട്ടുള്ള വചനം, മാറ്റമില്ലാത്ത വചനം. അതിൻ്റെ 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ, തിമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 1 ഓൺവേർഡ്സ്, അതിനകത്ത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ, പൊസിഷൻ ആഗ്രഹിക്കുന്നവൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം വീട്ടുകാര്യം ശരിയായിട്ട് നോക്കിയിട്ട് പിന്നെ വന്ന് സഭയിലെ കാര്യങ്ങൾ നോക്കണേ. വി ഹാവ് ഗോട്ട് 2 ലൈഫ്. One is our personal and family life. Second is our public life. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗോഡ് ഫസ്റ്റ്, ഫാമിലി സെക്കൻഡ് ആൻഡ് യുവർ പബ്ലിക് ലൈഫ് തേർഡ്. വീട്ടിൽ ആദ്യമെന്ന് ശരിയാണ്. വീട്ടിൽ സാക്ഷ്യമില്ലാത്തവന് സമൂഹത്തിൽ സാക്ഷ്യം കാണുകയില്ല. വേദോത്സവത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 2 സങ്കീർത്തനങ്ങൾ 127-ാം സങ്കീർത്തനവും 128-ാം സങ്കീർത്തനവുമാണ്. കുടുംബത്തെക്കുറിച്ചുള്ള അനുഗ്രഹം. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത് കുടുംബത്തിൽ നിന്നാണ്. അനുഗ്രഹവും ശാപവും ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. ഫസ്റ്റ് ലെറ്റ് us have godly homes. First, Christianity and Christian love should start at our home. നമ്മളുടെ കുടുംബം അത് ആദ്യമായി ശരിയാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇടഞ്ഞു കിടക്കുന്ന കല്ലുകൾ നമ്മൾക്കൊന്നിച്ച് ശരിക്ക് പണിയാം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആലയം നമുക്ക് പണിയുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം, അപ്രകാരം നമ്മൾ ഭവനത്തിൽ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഭയിലേക്ക്, സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ ദൈവത്തിൻ്റേതായിരിക്കുന്ന ചുമതലകൾ ഏൽപ്പിക്കും. എന്ത് ചുമതലകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചാലും സിൻസിയറിറ്റിയാണ് ദൈവം ആദ്യമായി നോക്കുന്നത്, നമ്മളുടെ കഴിവല്ല. ദൈവം നമ്മളെ താലന്തുകൾ നമ്മളെ വിധിക്കുന്ന എപ്രകാരമാണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ്. നല്ലവനും മിടുക്കനുമായിട്ടുള്ള ദാസനെ എന്നുള്ളതല്ല. സ്മാർട്ട് ആൻഡ് കേപ്പബിൾ മൈ വർക്കർ എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. 78-ാം സങ്കീർത്തനത്തിൻ്റെ 72-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന, ദൈവം അംഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, അവൻ ഹൃദയ പരമാർത്ഥതയോടെ തൻ്റെ ആടുകളെ സ്നേഹിച്ചു, കൈമിടുക്കോടെ അവയെ നടത്തി. ഹൃദയ പരമാർത്ഥത.
1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും തന്നെത്താൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നമ്മളെ സർവശക്തനായ ദൈവമാക്കിയിരിക്കുന്നത് ഗൃഹവിചാരകന്മായിട്ട്, സ്റ്റുവാർഡ്സ് ഓഫ് ഗോഡ് ഓൾമൈറ്റി, ദൈവസഭയുടെ ഗൃഹവിചാരകന്മാരാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കാം. സർവശക്തനായ ദൈവം നല്ലവനും വിശ്വസ്തനുമേ എന്ന് നമ്മെ ഓരോരുത്തരെയും വിളിപ്പാൻ, നമ്മളെ ഓരോരുത്തരെയും മാറ്റിനിർപ്പാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 5-ാമതായിട്ട് 1 തിമോത്തി 2 അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കാണുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ആവുക. അവസാനത്തെ 2 കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ദൈവസഭയുടെ അംഗങ്ങളാക്കി നമ്മളെ തീർത്തു. നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ പ്രവൃത്തികളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നു. അതിനുശേഷം ദൈവം നമുക്ക് പ്രതിഫലം തരുന്നതായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ദൈവം പ്രതിഫലം തരുന്ന 2 കാര്യങ്ങൾ, 1 സുവിശേഷീകരണം. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീ ഇവനോടുകൂടെ കഷ്ടം സഹിക്കുക. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം ലഭിച്ച വ്യക്തിയായിരിക്കുന്ന ദാനിയേലിനോട് ദൈവം ദാനിയേൽ പ്രവചനം 12 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ പറയുന്നു, നീയോ ദാനിയേലെ ഇപ്പോൾ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാനായിട്ട് നീ മടങ്ങി വരും. എന്താണ് ഓഹരി? അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ചവർ, നിത്യതയിലേക്ക് നയിച്ചവർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. സർവശക്തനായ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഹൈ കമ്മീഷൻ, ദൈവത്തിൻ്റേതായിരിക്കുന്ന ദൗത്യം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം സർവശക്തനായ ദൈവം നിറപടിയായി നിർവഹിപ്പാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ സമയക്കുറവ് കൊണ്ട് അവസാനത്തെ 6-ാമത്തേത് 2 തിമോത്തി 2 അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, നാം അവനോടുകൂടെ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. ദർ ഈസ് നോ ക്രൗൺ വിത്തൗട്ട് എ ക്രോസ്. ദർ ഈസ് നോ ക്രൗൺ വിത്തൗട്ട് എ ക്രോസ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സൽഫലം കായ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവർക്ക് ചിലവായി തീരുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായി മറ്റുള്ളവരെ സഹായിപ്പാൻ, നന്മ ചെയ്യുവാൻ, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, കൂട്ടായ്മ കൊണ്ട് മറ്റുള്ളവർക്ക് സൽപ്രവൃത്തികൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്നു. അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 58 വാക്യം ഒന്ന് വായിച്ചാട്ട് കുഞ്ഞാൻ ബ്രദറെ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞും കൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികളിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരികളെ, കുഞ്ഞുങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറപ്പിലുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കും. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. May God Almighty bless you all abundantly. Stop.